ഈ അടുത്ത് നമ്മൾ കണ്ട ഏറ്റവും മോശപ്പെട്ട കളിയാണ് ടർക്കിഷ് തർക്കം എന്ന സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലുക്മാൻ അവറാൻ, സണ്ണി വെയിൻ, കുമാരി ജയശ്രീ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച ഒരു ത്രില്ലർ മൂവിയാണ് ടർക്കിഷ് തർക്കം. ഖബറിൽ കടന്നുകൊണ്ട് ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ ആക്ഷേപഹാസ്യ രൂപത്തിൽ പറഞ്ഞ ചിത്രമാണിത്. പടം ഇറങ്ങി ആദ്യ ദിവസം തന്നെ കാണാനധികം ആളില്ലായിരുന്നു. കണ്ടവരിൽ നിന്നും അങ്ങനെ ഗംഭീര റിവ്യൂ ഒന്നും സിനിമയ്ക്ക് ലഭിച്ചതുമില്ല. അതിന്റെ ഇടയിൽ കൂടി സംവിധായകനും ടീമും പത്രസമ്മേളനം നടത്തുന്നു. പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ പടം പിൻവലിക്കുന്നു. എന്തുകൊണ്ട് പിൻവലിക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തൊക്കെയോ ഭീഷണി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആര് ഭീഷണിപ്പെടുത്തി, എവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി, എങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവുമില്ല. ഇതിനെതിരെ കോൺഗ്രസ് നേതാവായിട്ടുള്ള VT ബൽറാം ഒക്കെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ രംഗത്ത് വന്നു. കൂടാതെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. കുറച്ചു മുമ്പ് ഈശോ, കേശു ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ സിനിമകൾക്കൊക്കെ ഇങ്ങനെയൊരു മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും മതക്കാരെ കയറി ചൊറിയുക, പിന്നീട് അതൊരു വിവാദമാക്കി മാറ്റി പടത്തിന്റെ പേര് അങ്ങനെ എല്ലാവരും അറിയും. അങ്ങനെ പടത്തിൽ തങ്ങളുടെ മതത്തിനെതിരെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വിശ്വാസികളും കാര്യമറിയാൻ മറ്റുള്ളവരും തിയേറ്ററിൽ കയറും എന്ന ഒരു കണക്കുകൂട്ടലാണ് ഇങ്ങനത്തെ വിവാദമുണ്ടാക്കലുകളുടെയൊക്കെ പിറകിൽ. പടം പിൻവലിച്ചതിനെതിരെ സിനിമയിലെ നടന്മാരായിട്ടുള്ള ലുക്മാൻ അവറാനും സണ്ണി വെയിനും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇവന്മാരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണോ എന്നും അറിയില്ല. പണ്ട് തല്ലുമാല എന്ന പടം ഇറങ്ങുന്നതിന് മുമ്പ് ഷെയ്ൻടോ ചാക്കോ നാട്ടുകാരുമായിട്ട് തല്ലുണ്ടാക്കുകയും വാർത്തകളിൽ വരികയും അത് സിനിമയ്ക്ക് നല്ല മാർക്കറ്റ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവന്മാർ ഈ പടം റിലീസ് ചെയ്യുമോ എന്നും അറിയണമല്ലോ.